മാനേജ്മെന്റ് ഭാഗത്തു നിന്നുള്ള നമ്മുടെ ഫാമിലി എന്നുള്ള സപ്പോർട്ട് ഇപ്പോഴെങ്ങനെ, അന്ന് അങ്ങനെയായിരുന്നു, ഇന്നിപ്പോ എങ്ങനെയുണ്ട്? ഫാമിലിയിൽ സപ്പോർട്ട്, വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കൊറോണ പ്രശ്നമൊക്കെ ആയപ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും നല്ല വലിയ ബിസിനസ് തന്നെ വലിയ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ യൂട്യൂബേഴ്സിനെ അങ്ങനെ വല്ലാണ്ട് ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ നല്ല സീസൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റി, അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഫാമിലീസിന് ഇപ്പൊ വലിയ പ്രോബ്ലം ഇല്ല, ആദ്യം ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ളത് എങ്ങനെയാണ്? ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള ഫാമിലിയുടെ സപ്പോർട്ട്, അവരെ കൂടി ഇതിൽ വന്നപ്പോൾ ഈ രംഗത്തേക്കുള്ള സപ്പോർട്ട് നല്ല തന്നെയാണ്. എൻ്റെ ഉമ്മാനെ പോലെ തന്നെയാണ് ഇവിടെ ഉമ്മയും ഉപ്പയും, എൻ്റെ ഉമ്മയും ഉപ്പനെയും പോലെ തന്നെയാണ്. നല്ല സപ്പോർട്ടീവ് ആണ്. ഇവിടുത്തെ ഉമ്മയും ഉപ്പയാണെങ്കിലും നാലാൾക്കാർക്ക് അഭിമാനത്തോടെ പറയുന്നുണ്ട് എൻ്റെ മകളും മരുമകനും ഇങ്ങനെയാണ് ഈ ഫീൽഡിലേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ നമുക്ക് ഒരുപാട് പാട്ടുകൾ ഇതൊക്കെ ചെയ്തു. ഈ പാട്ട് പാടിയതിൽ, അപ്പോൾ അഭിനയിച്ചതിൽ ഏറ്റവും താങ്കളുടെ മനസ്സിൽ സ്പർശിച്ച ഒരു വർക്ക് ഏതാണ്? അങ്ങനെ എല്ലാം സ്പർശിതായിരിക്കും, പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒന്ന് വല്ലാതെ ഹൃദയസ്പർശമായതുണ്ടാവുമല്ലോ, അതേതാണ് ഒന്ന് സെലക്ട് ചെയ്യുമ്പോഴും? ഇപ്പം ഞാൻ ഡയറക്ഷൻ ചെയ്തൊരു വർക്ക് ഉണ്ട്, ഇപ്പോൾ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൻസിക്കാട് വർക്ക് തന്നെയാണ്, ഞാൻ ഡയറക്ഷൻ ചെയ്ത വർക്കാണ്. അതൊരു ഹിന്ദു മുസ്ലിം എന്ന കഥാപാത്രത്തിലൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റോളെ കണ്ട് പറഞ്ഞ സോങ്ങിൻ്റെ ഫീമെയിൽ വെർഷനാണ്. അപ്പോൾ തൻസിഖാനെ കൊണ്ട് അഭിനയിപ്പിച്ച് ഞാൻ ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്തൊരു വർക്കാണ്. അതിൻ്റെ പേര് എൻഡോൻ എന്നാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് ഫീമെയിൽ വെർഷൻ ആയതുകൊണ്ട് എൻഡോൻ, അത് എൻഡോൺ.